നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇപ്പോൾ ആ സംഭവത്തിൽ പിതാവിന് പങ്കുണ്ടോ എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരംകുളം ചാണയെ തവ്വാവിള ഷിജിൽ ഭവനിൽ നിന്നാണ് കാവാകുളം ഐക്കരവിള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകൻ ഇഹാൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. സംഭവത്തിൽ ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 കുഞ്ഞിന്റെ മരണവിവരം പുറത്തറിയുന്നത്. കൂലിപ്പണിക്കാരനായ ഷിജിൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ വാങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റും മുന്തിരിയുമാണ് ഇഹാനെ കഴിപ്പിച്ചതെന്നാണ് ഏറ്റവും അടുത്തുവരുന്ന റിപ്പോർട്ട്. ഈ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ഇഹാന് വായിൽ നിന്ന് നുരയും പതയും വരുന്നത്. ഉടൻ തന്നെ ഷിജിലും കൃഷ്ണപ്രിയയും ചേർന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടമുണ്ടായ രീതിയിൽ ഇഹാനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം. ഷിജിലും കൃഷ്ണപ്രിയയും 3 മാസത്തിലേറെയായിട്ട് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് പുറത്തു വന്നു. ബന്ധുക്കൾ ഇടപെട്ടതിനെ തുടർന്നാണ് ഇവർ വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. മരണത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയും ഫോറൻസിക് വിദഗ്ധരും തെളിവുകൾ ശേഖരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമനത്തിൽ കുഞ്ഞിന്റെ അന്നനാളത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനിടയാക്കുന്ന വസ്തു കണ്ടെത്തിയെന്നാണ് പറയുന്നത്. കട്ട പിടിച്ചിരിക്കുന്നു എന്ന് കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണപ്രിയയുടെ മൊഴിയെ തുടർന്നാണ് പോലീസ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അതേസമയം കുഞ്ഞിന്റെ മരണത്തിന്റെ ഞെട്ടൽ അത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർക്കൊന്നടങ്കം. കാരണം ഒരു പിഞ്ച് കുഞ്ഞ്, ആ കുഞ്ഞ് സ്വന്തം അച്ഛന്റെ കൈകൊണ്ടാണോ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട്. ഭർത്താവുമായിട്ട് ഏറെ കാലമായിട്ട് പ്രശ്നങ്ങളിലായിരുന്ന യുവതി വീണ്ടും ആ ഭർത്താവിനൊപ്പം ഒരു പുതിയ ജീവിതം എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ അതെന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് ഒരച്ഛൻ എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഞെട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ്. ആർക്കൊപ്പമാണ് ഒരു കുഞ്ഞ് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഇതോടുകൂടെ തന്നെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതായത് എറണാകുളത്ത് കൊച്ചി എളമക്കരയിൽ വച്ച് ഒരു കുഞ്ഞ് മരണപ്പെടുന്നു. എറണാകുളം എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം തന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അന്ന് പുറത്തുവന്ന വിവരം. ആലപ്പുഴ സ്വദേശികളായ പവിശങ്കർ, 6 വയസ്സുകാരിയായിട്ടുള്ള വാസുകി എന്നിവരാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മരണപ്പെട്ടത്. കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യയിലേക്ക് ഇയാളെ നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലപ്പുഴ സ്വദേശികളായ കുടുംബം മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം എളമക്കരയിൽ വാടകയ്ക്ക് താമസം ഉറപ്പിക്കുകയായിരുന്നു. സംഭവ സമയം ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. മകൾക്ക് വിഷം നൽകിയ ശേഷമാണ് ആ പിതാവ് പവിശങ്കർ കിടപ്പുമുറിയിലെ ഫാനിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ബോധരഹിതയായി കിടക്കുന്ന മകളെയും പോലീസ് കണ്ടെത്തി. ഉടൻ തന്നെ വാസുകിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എങ്കിലും അപ്പോഴേക്കും പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം പെൺകുട്ടിയുടെ മരണമാണ് ഇത്തരത്തിൽ മിക്കതും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടെ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരികയാണ്. മാതാപിതാക്കളുടെ സ്നേഹം അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ജീവിതത്തെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് ആ ദാമ്പത്യത്തിലുള്ള കുഞ്ഞിനോട് ആ വൈരാഗ്യം തീർക്കുന്ന രീതി, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ദേഷ്യം തീർക്കുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിൽ മാതാപിതാക്കൾ ഒരു പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് കടക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഒരു പക്ഷേ ഇങ്ങനെ സ്നേഹം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ പുറത്ത് വലുതായി വരുമ്പോൾ പുറത്ത് നിന്ന് ലഭിക്കുന്ന സ്നേഹം സ്വീകരിക്കും എന്നുള്ളതാണ്. അത്തരമൊരു സ്നേഹം സ്വീകരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിപത്തുകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് നിന്നൊരു മരണ വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. അന്വേഷണവുമായി പോലീസ് രംഗത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി തൻ്റെ ആൺ സുഹൃത്തുമായി പോയിട്ടുണ്ട് എന്നും അതിനുശേഷം ആൺ സുഹൃത്ത് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണെന്ന് പുറത്തു വന്നത്. അതായത് ഒരുപക്ഷെ ഈ
പറയുന്ന മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം മറ്റൊരു ആളിൽ നിന്ന് ലഭിക്കുമ്പോൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം പോകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്ന് പെൺകുട്ടിയെ കാണാതായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് സാധാരണ രീതിയിൽ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് തിരികെ വരാതിരുന്നതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം പോലും പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ യൂണിഫോമിലും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം. ആൺ സുഹൃത്താണ് മൃതദേഹം പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ആൺ സുഹൃത്തിനെ കുറ്റം സമ്മതിക്കുകയും കുറ്റിക്കാട്ടിൽ എത്തിച്ചത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് വേണ്ടിയാണ് എന്ന് പോലീസിനോട് പറയുകയും ചെയ്യുകയാണ് ഈ 11ാം ക്ലാസ് വിദ്യാർത്ഥി. ജനുവരി 15-നാണ് കഴിഞ്ഞ രാവിലെ പതിവ് പോലെ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അതിനുശേഷം വൈകിട്ട് വീട്ടിലെ എത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കരുവാരക്കുണ്ട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ക്ലാസ്സിൽ കുട്ടി എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കൊപ്പം കുട്ടി പോയി എന്നുള്ള വിഷയം അല്ലെങ്കിൽ കുട്ടിയെ കണ്ടു എന്നുള്ള വിഷയം പോലീസ് മനസ്സിലാക്കുന്നത്. +1 വിദ്യാർത്ഥിയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ആ നടുക്കുന്ന കൊലപാതക വിവരങ്ങൾ പുറത്തു വന്നതുപോലും. സംഭവത്തിൽ 16-കാരന് പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന സംശയമടക്കം ഇപ്പോൾ പോലീസിനുണ്ട്. അത് പരിശോധിച്ചു വരികയാണെന്നാണ് സൂചന. ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് +1 വിദ്യാർത്ഥിയായിട്ടുള്ള 16-കാരൻ മൊഴി നൽകിയത് എങ്കിലും മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇതിനിടെ കൊല്ലപ്പെട്ട 14 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുമെന്നാണ് വിവരം. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരിക്കും. പ്രതിയായിട്ടുള്ള 16-കാരനെ ശനിയാഴ്ച തവനൂരിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കാനാണ് തീരുമാനം. ആൺകുട്ടി ലഹരി അടിമയാണോ എന്നുള്ള കാര്യങ്ങളും ഇയാളുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുകയും നേരത്തെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബന്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയായതായിട്ടും പറയപ്പെടുന്നു. തൃശൂർ റേഞ്ച് IG അരുൺ RB കൃഷ്ണ അടക്കമുള്ള ഉന്നതർ ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തി അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തി വരുന്നത്. വിരൽ അടയാളമടക്കമുള്ള സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള പ്രണയപ്പകയാണോ ഇത് എന്നുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പകയാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന വിലയിരുത്തലാണ് പോലീസ്. സംശയരോഗവും പ്രകോപനവും അടക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. അതായത് പറഞ്ഞു വരുന്നത് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ സുരക്ഷിതമല്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയേണ്ടി വരുന്നത് ഓരോ കുഞ്ഞിന്റെയും ജീവൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിഞ്ചു കുഞ്ഞു മുതൽ എത്ര വലിയ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളുടെ കരങ്ങളിൽ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കേണ്ടതെന്നാണ്. ഈ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ടും മറ്റ് ദാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അത് ആരെങ്കിലും തമ്മിലുണ്ടെങ്കിൽ അവർ പരസ്പരം പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു ജീവനും ജീവിതവും കൊണ്ട് കളിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന 3ഓളം വാർത്തകളാണ് ഈ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം കേരളത്തിൽ ഉയർന്നു കേട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു മാറ്റം അത് തന്നെയാണ് വളരെ ഭീകരമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടുന്നത് എന്നുള്ളതാണ്.